നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതികളെ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. KPCCയുടെ പ്രവർത്തന ഫണ്ട് പിരിവിൽ വീഴ്ച വരുത്തി. കാസർഗോഡ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ അച്ചടക്ക നടപടി. പ്രതീക്ഷകൾ അസ്തമിക്കുന്നു. നഷ്ടത്തിലേക്ക് കുതിക്കുന്ന മംഗളൂരു മഡ്ഗാവ് വന്ദേ ഭാരതിന്റെ ഓട്ടം നിർത്തുവാൻ ആലോചന. BV രാജന് നാടിന്റെ അന്ത്യാഞ്ജലി. മഞ്ചേശ്വരത്തിന് നഷ്ടമായത് മികച്ച ജനകീയ നേതാവിനെ. കുബണൂരിലെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം. വിദഗ്ധ അന്വേഷണം നടത്തണമെന്ന് മംഗൽപാടി ജനകീയ വേദി. കാസർഗോഡ് അടുക്കത്ത് ബയലിലെ അക്ഷരമുറ്റത്ത് വേഴാത്തിയ പയസ്വിനി പൂവിട്ടു. ഇനി കാത്തിരിപ്പ് കണ്ണിമാങ്ങയ്ക്കും തേൻ മധുരത്തിനും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒന്നാം പ്രതി ഉൾപ്പെടെ 4 പേരെ മംഗളൂരുവിലും പടന്നക്കാട്ടുമുള്ള വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കൂടുതൽ പേർ സംഘത്തിന്റെ വലയിലായതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാങ്ങാട് സ്വദേശിയായ 59 വയസ്സുകാരനെയാണ് 7-അംഗ സംഘം ഹണി ട്രാപ്പിൽപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. വീണ്ടും ഹണി ട്രാപ്പ് സംഘം പണം ആവശ്യപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടതും 7 പേർ പിടിയിലായതും. സംഘത്തിലെ 4 പേരെയാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കോഴിക്കോട് പെരുമണ്ണ സ്വദേശി P. ഫൈസൽ, ഭാര്യ കുറ്റിക്കാട്ടൂർ സ്വദേശി MP റുബീന, കാസർഗോഡ് ഷിറിബാഗിലു സ്വദേശി N. സിദ്ദിഖ്, മാങ്ങാട് സ്വദേശി ദിൽഷാദ് എന്നിവരെ മംഗളൂരുവിലും പടന്നക്കാടുള്ള വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു. മറ്റൊരു പ്രതിയായ പടന്നക്കാട് സ്വദേശി റഫീഖിന്റെ വീടാണിത്. 59 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുവന്ന് ഒരു രാത്രി മുഴുവൻ ഈ വീട്ടിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഹണി ട്രാപ്പിൽപ്പെടുത്തി ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തിയ മംഗളൂരു നഗരത്തിലെ സ്വകാര്യ ലോഡ്ജ്, കാസർഗോഡ് നഗരത്തിൽ വെച്ച് രാത്രി ഭീഷണിപ്പെടുത്തിയ പ്രസ് ക്ലബ് ജംഗ്ഷൻ സമീപത്തെ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ചും മേൽപ്പറമ്പ് പോലീസ് തെളിവെടുത്തു. സംഘത്തിലെ ബാക്കിയുള്ള 3 പേരെയും അടുത്ത ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മുട്ടത്തൊടി സ്വദേശി നഫീസത്ത് മിസ്രിയ, മാങ്ങാട് സ്വദേശി അബ്ദുള്ള കുഞ്ഞി, പടന്നക്കാട് സ്വദേശി റഫീഖ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. സംഘം കൂടുതൽ ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാണ് മേൽപ്പറമ്പ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ അച്ചടക്ക നടപടി. KPCCയുടെ പ്രവർത്തന ഫണ്ട് പിരിവിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നടപടി. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ അച്ചടക്ക നടപടി. KPCCയുടെ പ്രവർത്തന ഫണ്ട് പിരിവിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നടപടി. ഇവരെ തലസ്ഥാനത്ത് നിന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP നീക്കം ചെയ്തതായി KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അറിയിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, കുമ്പള മണ്ഡലം പ്രസിഡന്റ് രവി പൂജാരി, മംഗൽപാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ബന്ദിയോട്, പൈവളികെ മണ്ഡലം പ്രസിഡന്റ് മോഹൻ റൈ, മടിക്കൈ മണ്ഡലം പ്രസിഡന്റ് A. മൊയ്തീൻ കുഞ്ഞ് എന്നിവർക്കെതിരെയാണ് സംഘടനാപരമായ അച്ചടക്ക നടപടി KPCC സ്വീകരിച്ചതെന്നും TU രാധാകൃഷ്ണൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രതീക്ഷകൾ അസ്തമിക്കുന്നു. നഷ്ടത്തിലേക്ക് കുതിക്കുന്ന മംഗളൂരു ഗോവ വന്ദേ ഭാരതിന്റെ ഓട്ടം നിർത്തുവാൻ ആലോചന. ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന വാർത്തകൾക്കിടെയാണ് സർവീസ് തന്നെ നിർത്തുവാൻ ആലോചിക്കുന്നതായുള്ള വിവരം പുറത്തുവരുന്നത്. മംഗളൂരു മഡ്ഗാവ് വന്ദേ ഭാരതിന്റെ ഓട്ടം നിർത്താൻ ആലോചനയെന്ന് വിവരം. സർവീസ് നഷ്ടത്തിലേക്ക് കുതിക്കുന്നതിനെ തുടർന്നാണ് നടപടി. മിക്ക ദിവസങ്ങളിലും 530 സീറ്റിൽ 120-നടുത്ത് യാത്രക്കാരെ ഉണ്ടാകാറുള്ളൂ. രാവിലെ 8:30 ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നത്. 4.5 മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തും. രാവിലെ 5:30 കോഴിക്കോട് നിന്നും പുറപ്പെട്ടാൽ നിലവിലെ സമയക്രമം മാറ്റാതെ തന്നെ സർവീസ് നടത്താൻ സാധിക്കും. 7.5 മണിക്കൂർ കൊണ്ട് ഗോവയിലെത്താൻ കഴിയും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മംഗളൂരുവിലെ ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്നവർക്കും മൂകാംബിക ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കും ഉൾപ്പെടെ ട്രെയിൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വൈകിട്ട് 6:10 ഗോവയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 10:45 മംഗളൂരുവിലെത്തുന്ന തരത്തിലുള്ള നിലവിലെ മടക്കയാത്ര ഇത് ഉച്ചയ്ക്ക് 2:15 പുറപ്പെടുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചാൽ വൈകിട്ട് 6:45 മംഗളൂരുവിലും രാത്രി 8:45 കണ്ണൂരും 9:45 കോഴിക്കോടും എത്താൻ സാധിക്കും. ഇത്തരത്തിൽ സർവീസ് നടത്തണമെന്ന നിർദ്ദേശമായിരുന്നു യാത്രക്കാരുടെ ഇടയിൽ നിന്നും ഉയർന്നത്. റെയിൽവേ ഇത് പരിഗണിക്കുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. എന്നാൽ യാത്രക്കാരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയേകി
പരാതിയേകി സർവീസ് തന്നെ നിർത്തുവാൻ ആലോചിക്കുന്നതായുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BV രാജന് നാടിൻ്റെ അന്ത്യാഞ്ജലി. മികച്ചൊരു ജനകീയ നേതാവിനെയാണ് BV രാജന്റെ വിടവാങ്ങലിലൂടെ മഞ്ചേശ്വരത്തിന് നഷ്ടമായത്. സംസ്കാര ചടങ്ങിൽ പാർട്ടി നേതാക്കളും വിവിധ മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് CPI കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ BV രാജൻ അന്തരിച്ചത്. വീടിന് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ AITUC ജില്ലാ ട്രഷററുമാണ് ഇദ്ദേഹം. 2010 മുതൽ LDF മഞ്ചേശ്വരം മണ്ഡലം കൺവീനറാണ്. AITUC ജില്ലാ പ്രസിഡന്റ്, ദീർഘകാലം മഞ്ചേശ്വരം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നു. CPI മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി, CPI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം, BKMU ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. കാസർഗോഡ് ജില്ലാ കൗൺസിൽ രൂപീകരിച്ചതു മുതൽ ജില്ലാ കൗൺസിൽ അംഗമാണ്. AIYF ജില്ലാ പ്രസിഡന്റ്, AIYF മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി, കാസർഗോഡ് താലൂക്ക് ബീഡി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ ബോർഡ് മെമ്പർ, മഞ്ചേശ്വരം ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗം, ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി അംഗം, മഞ്ചേശ്വരം ലാൻഡ് ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. നാരായണിയാണ് ഭാര്യ. രമ്യ രാജൻ മകളാണ്. യദുനന്ദൻ മരുമകൻ. രാമത്താജൽ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പാർട്ടി നേതാക്കളും വിവിധ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. മികച്ചൊരു ജനകീയ നേതാവിനെയാണ് BV രാജന്റെ വിടവാങ്ങലിലൂടെ മഞ്ചേശ്വരത്തിന് നഷ്ടമായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എരിയാലിൽ കർണാടക RTC ബസ്സും ആംബുലൻസും കൂട്ടിയിടിച്ചു. ജനറൽ ആശുപത്രിയിൽ നിന്നും മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റിയാണ് പിന്നീട് രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കാസർഗോഡ് എരിയാലിൽ കർണാടക RTC ബസ്സും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്നും മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആംബുലൻസിലെ രോഗിയെ മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റിയാണ് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുബണൂരിലെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെപ്പറ്റി വിദഗ്ധ അന്വേഷണം നടത്തണമെന്ന് മംഗൽപാടി ജനകീയ വേദി. ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മംഗൽപാടിയിലെ കുബണൂരിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന വിവാദത്തിലുള്ള മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെപ്പറ്റി വിദഗ്ധ അന്വേഷണം നടത്തണമെന്ന് മംഗൽപാടി ജനകീയ വേദി ആവശ്യപ്പെട്ടു. മാലിന്യങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നത് കുറ്റകരമാക്കിയ സർക്കാരിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തി ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തീ കൊടുത്ത് വിശപ്പുക സൃഷ്ടിച്ച കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ജനകീയ വേദിയുടെ ആവശ്യം. ഇല്ലെങ്കിൽ മാലിന്യം കത്തിക്കുന്നതിന് ജനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുകയും ഇത്തരം വലിയ കുറ്റവാളികളെ ഒഴിവാക്കുകയും ചെയ്താൽ നിയമത്തിന് അർത്ഥമില്ലാതാവും. മാലിന്യം നീക്കം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്യാതെ തീയിട്ട് നശിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തീപിടുത്തമെന്ന് ജനങ്ങൾ സംശയിക്കുന്നു. തീയിട്ട് നശിപ്പിക്കുന്നതിലൂടെ മാലിന്യ പ്ലാന്റും അതുമായി ബന്ധപ്പെട്ട യന്ത്രസാമഗ്രികളും ഉൾപ്പെടെ ഇല്ലാതാക്കുകയെന്ന ഗൂഢലക്ഷ്യവും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാനാണ് സാധ്യത. ഇത്തരം സംഭവങ്ങൾ പൊതുസ്വത്ത് നശിപ്പിക്കുന്ന കുറ്റവും കൂടിയാണ്. വർഷങ്ങളായി കുബണൂരിലെ മാലിന്യ പ്രശ്നം പ്രാദേശിക ഭരണകൂടത്തിനും അധികാരികൾക്കും ഒരു കീറാമുട്ടിയായി അവശേഷിക്കുകയാണ്. ഇതിവിടെ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാണ്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ തലത്തിൽ നിന്ന് പോലും ഇടപെടലുകൾ ഉണ്ടായതാണ്. പക്ഷേ ഇതുവരെയായി യാതൊരു പരിഹാരവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി കാണുന്നില്ല. പ്രദേശത്തുകാരുടെ പരാതിയിൽ ജനകീയ വേദി നിരവധി പ്രക്ഷോഭങ്ങളും ഇടപെടലുകളും നടത്തിയതാണ്. ഭരണക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും നിരവധി ഒപ്പുകളും ലഭിച്ചതാണ്. ഒന്നും നടപ്പായില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ ജനരോഷം തണുപ്പിക്കാനുള്ള അടവ് നയമാണിതെന്നും ജനസംസാരമുണ്ട്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയില്ലെങ്കിൽ ജനകീയ വേദി പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് നേതാക്കൾ അറിയിച്ചു. ജനവാസമില്ലാത്ത ആ സ്ഥലത്ത് രാത്രി 12 മണി ശേഷം അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാവണമെങ്കിൽ അതിനു പിന്നിൽ ഏതോ കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കറുത്തകൾ ആരായാലും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണമെന്നും അവരെ കണ്ടുപിടിക്കണമെന്നും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണമെന്നും മംഗൽപാടി ജനകീയ വേദി ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി. സിദ്ദീഖ് കൈക്കമ്പ, അഷാഫ് മൂസക്കുഞ്ഞി, മഹസൂദ് കൈക്കമ്പ, സൈനുദ്ദീൻ അടുക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
അക്ഷരമുറ്റത്ത് വേഴാഴ്ത്തിയ പയസ്വിനി പൂവിട്ടു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് അടുക്കത്ത് ബയൽ സ്കൂൾ മുറ്റത്തേക്ക് മാറ്റി നട്ട മാവാണ് പൂവിട്ടത്. ഇനി കാത്തിരിപ്പ് കണ്ണിമാങ്ങയ്ക്കും തേൻ മധുരത്തിനും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വർഷങ്ങൾക്ക് മുൻപ് കവയിത്രി സുഗതകുമാരി നട്ട മാവ് പുനർജന്മത്തിലും പൂവിട്ടു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് തണൽ വിരിച്ചുണ്ടായിരുന്ന മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായായിരുന്നു അന്ന് മാവിൻ തൈ നട്ടത്. സുഗതകുമാരി തന്നെയാണ് പയസ്വിനി എന്ന പേരിട്ടതും. ദേശീയപാത വികസനത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ പയസ്വിനി പറിച്ചു നട്ട് സംരക്ഷിക്കാൻ ആവശ്യമുയർന്നു. കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ഇതിന് തയ്യാറായി രംഗത്തു വന്നു. കാസർഗോഡ് പീപ്പിൾസ് ഫോറവും പോലീസും കൈകോർത്തതോടെ 16 വർഷം പ്രായമായ മാവ് 2022 ജൂൺ 15-നാണ് ദേശീയപാതയരികിൽ നിന്ന് അടുക്കത്ത് ബയൽ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിലേക്ക് മാറ്റി നട്ടത്. ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പാലിച്ച് മാവിന്റെ ഭാവി വളർച്ചയ്ക്ക് തടസ്സമാകാതെ വളരെ ശ്രദ്ധയോടെയാണ് സ്കൂളിലേക്ക് മാറ്റിയത്. നേരത്തെ പൂത്ത മാവ് മറ്റൊരിടത്തേക്ക് മാറ്റി നടുമ്പോൾ വളർച്ചയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അതൊക്കെയും അസ്ഥാനത്താക്കിയാണ് പയസ്വിനി വളർന്നത്. കഴിഞ്ഞ വേനലിലാണ് തളിരണിഞ്ഞത്. ഞായറാഴ്ച ചെടികൾ നനയ്ക്കാനെത്തിയ PTA പ്രസിഡന്റ് KR ഹരീഷാണ് മാവിൽ ആദ്യത്തെ പൂങ്കുല കാണുന്നത്. ഉടൻ അദ്ദേഹം ആ സന്തോഷം പ്രഥമാധ്യാപിക KA യശോദയെയും സീഡ് കോർഡിനേറ്റർ M ലതയെയും അറിയിക്കുകയായിരുന്നു. ഏകദേശം 1.5 വർഷമായി നമ്മുടെ സ്കൂളിൽ പയസ്വിനി മരം നട്ടിട്ട്. ഇത്രയും വലിയൊരു കവയത്രിയുടെ പേരിലുള്ള മരം നമ്മുടെ സ്കൂളിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മൾ അതിനെ ഒരുപാട് പരിചരിച്ചു, കുട്ടികളെല്ലാവരും പരിചരിച്ചു. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അത് പൂത്തിട്ടുണ്ട്. പൂത്തതിൽ നല്ലോണം സന്തോഷമുണ്ട്. മരണവഴിയിൽ നിന്നും ജീവിത പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയ പയസ്വിനി പൂവിട്ടതോടെ സന്തോഷത്തിലാണ് സ്കൂളിലെ അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം പരിസ്ഥിതി സ്നേഹികളും. ഇനി കാത്തിരിപ്പ് പയസ്വിനിയിലെ കണ്ണിമാങ്ങയ്ക്കും തേൻ മധുരത്തിനുമായാണ്. അടുക്കത്ത് വയലിന്റെ അക്ഷരമുറ്റത്ത് മലയാളത്തിന്റെ മധുരം നിറച്ച് പയസ്വിനി പൂവിട്ടു. ഇനി കവിതകൾ കണ്ണിമാങ്ങകളായി വിരിയട്ടെ. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ അമി, KCN ന്യൂസ്, കാസർഗോഡ്. ദേശീയപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി യാത്രാ ദിശ മാറ്റിയ ചെറുവത്തൂർ ബൈപ്പാസിൽ നിയന്ത്രണത്തിനാളില്ലാത്തത് അപകടമുണ്ടാക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് പഴയ ദേശീയപാത അടച്ചുപൂട്ടി ചെറുവത്തൂർ ടൗണിന് പടിഞ്ഞാറ് ഭാഗത്തുകൂടി വഴി തിരിച്ചു വിട്ടത്. മത്സ്യ മാർക്കറ്റിനടുത്തുള്ള ജംഗ്ഷനിൽ വലുതും ചെറുതുമായ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. പടന്ന മടക്കര ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ മേൽപ്പാലം ഇറങ്ങിയും ടൗണിൽ നിന്നുള്ള വാഹനങ്ങളും ദേശീയപാതയിൽ നിന്നും ചെറുവത്തൂർ കൊവ്വൽ മുസ്ലിം പള്ളിക്ക് മുന്നിലൂടെ വടക്ക് നിന്നുള്ളതും മട്ടളായിൽ നിന്നും തെക്ക് ഭാഗത്തുള്ള വാഹനങ്ങളും ഒരുമിച്ച് ബൈപ്പാസ് ജംഗ്ഷനിലെത്തുന്നതോടെയാണ് ദേശീയപാത തന്നെ സ്തംഭനാവസ്ഥയിലായിട്ടുള്ളത്. ഭാരവാഹനങ്ങളും സ്വകാര്യ KSRTC ബസ്സുകളും ചെറുകിട വാഹനങ്ങളും ഉൾപ്പെടെ ബൈപ്പാസിൽ ഗതാഗത കുരുക്ക് നേരിടുകയാണ്. നിലവിലുള്ള ദേശീയപാതയിലെ മട്ടളായി മുതൽ ചെറുവത്തൂർ കൊവ്വൽ വരെയുള്ള പ്രദേശങ്ങൾ ബന്ധിപ്പിച്ചിരുന്ന ഭാഗം അടച്ചിടുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങളെ അറിയിക്കാൻ സംവിധാനവും ഉണ്ടായില്ല. ട്രാഫിക് കമ്മിറ്റിയോ മോട്ടോർ വാഹന വിഭാഗമോ പോലീസ് അധികൃതരോ ചേർന്ന് പാതാമാറ്റം ആലോചിച്ചിരുന്നെങ്കിൽ ഇത്രയും ദുരിതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വാഹനക്കുരുക്കിൽപ്പെട്ട് ഭീതിയിലാണെന്ന് യാത്രക്കാരി കൂടിയായ ഷൈമോൾ പറഞ്ഞു. പഴയ ദേശീയപാത അടച്ച് പുതിയ ദേശീയപാത പടന്ന ചെറുവത്തൂർ റൂട്ടിൽ അതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനുള്ള ഒരു സ്ഥിര സംവിധാനം എന്തെങ്കിലും ഉണ്ടാക്കണം. ട്രാഫിക് പോലീസിനെയോ അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്ഥിര സംവിധാനം ഉണ്ടാക്കണം. കാലിക്കടവ് ഭാഗത്ത് നിന്ന് മട്ടളായി കയറ്റത്തിലും നീലേശ്വരം ഭാഗത്ത് കൊവ്വലിലുമാണ് നിലവിലുള്ള ദേശീയപാത അധികൃതർ അടച്ചിട്ടത്. വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സുരക്ഷ ലഭിക്കാൻ ജംഗ്ഷനിൽ പോലീസിന്റെ സേവനം പകൽ സമയം മുഴുവൻ ഉറപ്പുവരുത്തണമെന്ന് വ്യാപാരികളും പറയുന്നു. ചെറുവത്തൂര് ഹൈവേന്റെ ഭാഗമായിട്ട് ഉള്ള ബൈപ്പാസ് അതിപ്പം തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി തന്നെ വാഹനങ്ങൾ ഇതുവഴി കൂടി കടന്നു പോകുമ്പോൾ 4 വശത്തും പ്രയാസമുള്ളൊരു സാഹചര്യമുള്ളത്. മനുഷ്യജീവന് അതുപോലെ തന്നെ അപകടങ്ങളും നടക്കാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഈ കാര്യത്തിൽ ഇടപെട്ട് ഇവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പോലീസ് ഔട്ട് പോസ്റ്റെങ്കിലും സ്ഥാപിക്കണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.
മട്ടലായി കൊവ്വൽ വരെ നിലവിലുള്ള ദേശീയപാത മുറിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാവൂ എന്നാണ് ദേശീയപാത അധികൃതരും കരാർ കമ്പനി അധികൃതരും പറയുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ജില്ലകളിലെ പോളിടെക്നിക് കോളേജ് ടീമുകൾ പങ്കെടുത്ത നോർത്ത് സോൺ പോളിടെക്നിക് ഫുട്ബോളിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ജേതാക്കളായി. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ കണ്ണൂർ കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജ് ടീമിനെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് ടീം കിരീടം ചൂടിയത്. നിശ്ചിത സമയ കളിയിൽ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ടൈ ബ്രേക്കർ വേണ്ടി വന്നത്. ടൈ ബ്രേക്കറിൽ കണ്ണൂർ കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജ് ടീമിനെ പരാജയപ്പെടുത്തി കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് വിജയകിരീടമണിയുകയായിരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 9 പോളിടെക്നിക് കോളേജ് ടീമുകൾ 2 ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു. സ്റ്റേഡിയത്തിൽ നടന്ന സമാപന ചടങ്ങിൽ ഉദിനൂർ ഗവൺമെന്റ് HSS പ്രിൻസിപ്പൽ കെ ലീന സമ്മാനദാനം നിർവഹിച്ചു. പോളി ഗെയിംസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KC സുഭാഷ് അധ്യക്ഷത വഹിച്ചു. നോർത്ത് സോൺ കൺവീനർ P പ്രിയേഷ്, KP അഭിലാഷ്, ഇന്ത്യൻ ഷോട്ട്പുട്ട് താരം VS അനുപ്രിയ, കേരള വനിതാ ഫുട്ബോൾ ടീം അംഗം MP ഗ്രീഷ്മ, P മോഹനൻ, P ഗിരീശൻ, K യദു എന്നിവർ സംസാരിച്ചു. ഈ മാസം അവസാന വാരം നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ്, കണ്ണൂർ കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജ് ടീമുകൾ അർഹത നേടി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ SFSA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ജോയിന്റ് കൗൺസിൽ വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് റോട്ടറി ഭവനിൽ നടന്നു. ജോയിന്റ് കൗൺസിൽ വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, 2014 മുതൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിരവധി വിഷയങ്ങൾ ജോയിന്റ് കൗൺസിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത് സംബന്ധിച്ചുള്ള സമരങ്ങൾ നടത്തിയിരുന്നു. അതിൽ പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, PFRDA ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ, കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്ത കാര്യങ്ങൾ, അതുപോലെ നമ്മൾ അനുഭവിക്കേണ്ട, നമുക്ക് ന്യായമായി ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ മൂലം തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുനിൽ കുമാർ P അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈജു C രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി ബീന K അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി G സജീവ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി റോഷിൽ ദാസ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ഷാജി കൊടക്കൽ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് C സുധാകരൻ പിള്ള, സംസ്ഥാന സെക്രട്ടറി റോയ് ജോസഫ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദിനേശ് കുമാർ AK, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് കുമാർ TTV, രവി രായരൻ്റെ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി റോഷിൽ ദാസ് KP സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, പ്രമേയാവതരണം, ചർച്ചയ്ക്കുള്ള മറുപടി, പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ത്വാഹിർ അഹ്ദൽ തങ്ങൾ സ്മാരക അവാർഡ് C അബ്ദുല്ല ഹാജി ചിത്താരിക്ക് വ്യാഴാഴ്ച പുത്തിക മുഹിമ്മാത്തിൽ അവാർഡ് വിതരണം നടക്കും. സൗദി അറേബ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി കൂട്ടായ്മയായ മാലിക് ദിനാർ കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ സ്മാരക അവാർഡ് വിതരണം വ്യാഴാഴ്ച നടക്കും. C അബ്ദുല്ല ഹാജി ചിത്താരിക്കാണ് ഈ വർഷത്തെ അവാർഡ്. വൈകിട്ട് 6:30 പുത്തികെ മുഹിമ്മാത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവാർഡ് വിതരണം ചെയ്യും. എല്ലാ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വിശിഷ്യ SYS എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഏകദേശം 15 വർഷത്തോളം നീണ്ടു നിന്ന കാലയളവിൽ ജില്ലാ ട്രഷററായി സേവനമനുഷ്ഠിച്ച, അതുപോലെ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും സാരഥ്യം എല്ലാ രംഗത്തും തൻ്റെ സാമ്പത്തികവും അതുപോലെ മറ്റുള്ള എല്ലാ കഴിവും ഈ രംഗത്ത് ചെലവഴിച്ച ബഹുമാനപ്പെട്ട ചിത്താരി അബ്ദുള്ള ഹാജി അവർകൾക്കാണ് ഈ വർഷത്തെ അവാർഡ് നൽകുന്നത്.
ചെയർമാൻ അബ്ദുൽ ലത്തീഫ് സഹദി ഉർമി, മുഹമ്മദ് കുഞ്ഞി പുണ്ടൂർ, അബ്ദുൽ ലത്തീഫ് പള്ളത്തടുക്ക, മുഹമ്മദ് കുഞ്ഞി ഉളുവാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഉറൂസ് മുബാറക്കിനും സന്നദ്ധാന സമ്മേളനത്തിനും വ്യാഴാഴ്ച പുത്തിഗെ മുഹിമ്മാത്തിൽ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് മുഹിമ്മാത്ത് സ്ഥാപകൻ ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ 18ാമത് ഉറൂസ് മുബാറക്കും മുഹിമ്മാത്ത് സന്നദ്ധാന മഹാസമ്മേളനവും വ്യാഴാഴ്ച മുതൽ പുത്തിഗെ മുഹിമ്മാത്തിൽ നടക്കും. ആദ്യ ദിവസം മുഹിമ്മാത്ത് സന്നദ്ധാന സമ്മേളനം നടക്കും. ഞായറാഴ്ച രാത്രിയാണ് സമാപനം. വ്യാഴാഴ്ച രാവിലെ 10-ന് സമസ്ത കർണാടക പ്രസിഡന്റ് സൈനുൽ ഉലമ അബ്ദുൽ ഹമീദ് എം മുസ്ലിയാർ മാണി ഉദ്ഘാടനം ചെയ്യും. 18ാമത് ആണ്ട് ഉറൂസ് നേർച്ചയും മുഹിമ്മാത്തിൻ്റെ വാർഷിക സന്നദ്ധാന സമ്മേളനവും ഈ വരുന്ന 15 മുതൽ 18 വരെ നടക്കുകയാണ്. 15-ാം തീയതിയാണ് പരിപാടി ആരംഭിക്കുന്നത്. സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധാനം നടക്കുന്നത് അന്നാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ തുടങ്ങിയുള്ള പ്രഗത്ഭരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് സന്നദ്ധാന സമ്മേളനം നടക്കുന്നത്. 16, 17 തീയതികളിൽ ഉറൂസിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളും സയ്യിദുന ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ പേരിലുള്ള മൗലൂദ് അതുപോലെ തന്നെ റാത്തീബുകളൊക്കെ നടക്കും. മുഹിമ്മാത്ത് ജനറൽ സെക്രട്ടറി BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, ഹാജി അമീർ അലി ചൂരി, കാട്ടിപ്പാറ പി അബ്ദുൽ ഖാദർ സഖാഫി, അബ്ദുൽ സലാം ദാരിമി കുബണൂർ, അബൂബക്കർ കാമിൽ സഖാഫി, അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ വീരഭദ്രക്ഷേത്രം പൂരോത്സവ ആഘോഷവും കളരിവാതുക്കൽ കളിയാട്ടവും ഫെബ്രുവരി 20 മുതൽ മാർച്ച് 27 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 32 വിളക്കും 2 ആറാട്ട് നടക്കുന്ന അപൂർവ ക്ഷേത്രമായ ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രത്തിൽ പൂരോത്സവത്തിന് മുന്നോടിയായി ഫെബ്രുവരി 19 വൈകുന്നേരം തിരുവത്താഴത്തിന് അരിയളക്കൽ നടക്കും. 20-ന് പൂരോത്സവത്തിന് തുടക്കമാവും. വൈകുന്നേരം 6-ന് ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്ക് പൂജ നടക്കും. ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മുന്നോടിയായി പുല്ലും ചവറും നീക്കൽ ചടങ്ങ് ബുധനാഴ്ച നടന്നു. മാർച്ച് 23-ന് കുളങ്ങര ആറാട്ടും മാർച്ച് 24-ന് വയലിൽ ആറാട്ടമാണ് നടക്കുന്നത്. അതോടനുബന്ധിച്ച് തിടമ്പ നൃത്തവും ആറാട്ട് സദ്യയും പൂരക്കഞ്ഞിയൊക്കെ ഇതിന് ഭാഗമായിട്ട് നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ പെരിയാട്ട്, സെക്രട്ടറി രാധാകൃഷ്ണൻ മനിയേരി, അജേഷ് വടക്കേടത്ത്, പ്രകാശൻ വള്ളിയോൻ, PV ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വൈ മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ സ്മരണാർത്ഥം എതിർത്തോട് ബദർ നഗറിൽ പണി പൂർത്തീകരിച്ച 6 വീടുകളുടെ താക്കോൽ ദാനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സയ്യിദ് ഫസൽ കോയമ്മാത്തങ്ങൾ അൽ പുകാരി താക്കോൽ ദാനം നിർവഹിച്ചു. ഇതോടൊപ്പം വർണ്ണ വിസ്മയം പകർന്ന് ഇശൽ രാവും അരങ്ങേറി. ദീർഘകാലം എതിർത്തോട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും സാമൂഹ്യ സാംസ്കാരിക മത രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന വൈ മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ സ്മരണാർത്ഥം കലന്തർ ഡ്രീം ഹോം ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എതിർത്തോട് ബദർ നഗറിൽ നിർമ്മിച്ച 6 വീടുകളുടെ താക്കോൽ കൈമാറി. സാധാരണക്കാരായ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി മുഴുവൻ പണിയും പൂർത്തീകരിച്ച് കോമ്പൗണ്ടോടുകൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. സയ്യിദ് ഫസൽ കോയമ്മാത്തങ്ങൾ അൽ പുകാരി YMK വില്ലകളുടെ താക്കോൽ ദാനം നിർവഹിച്ചു. ഇ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. ഇ അബ്ദുള്ള കുഞ്ഞി, സലിം എടനീർ, വേണുഗോപാൽ, വസന്ത അജക്കോട്, മുഹമ്മദ് കുഞ്ഞി ഹാജി മുസ്ലിയാർ, അനസ് എതിർത്തോട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ 20ഓളം കുടുംബ കാരണവന്മാരെ ജാതിമത ഭേദമന്യേ ആദരിച്ചു. തുടർന്ന് പഴയകാല മാപ്പിളപ്പാട്ടുകളുടെ രാജകുമാരി കണ്ണൂർ സീനത്തും ടീനേജുകളുടെ ഹരമായി മാറിയ തൻസീർ കൂത്തുപറമ്പും സംഘവും അവതരിപ്പിച്ച ഇശൽ രാവ് അരങ്ങേറി. താക്കോൽ ദാന ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇശൽ രാവ് വീക്ഷിക്കുവാനും നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഇന്ത്യൻ ആർമി മുൻ കമാൻഡോയും യുദ്ധ പോരാളിയും പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറുമായ ശ്യാംരാജിന് ആദരമൊരുക്കി വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ആർമി മുൻ കമാൻഡോയും യുദ്ധ പോരാളിയും പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറുമായ ശ്യാംരാജിന് ആദരമൊരുക്കി. രാജ്യസേവനത്തിനിടയിൽ നേരിട്ട അപകടത്തിൽ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടെങ്കിലും തളരാത്ത മനസ്സുമായി അദ്ദേഹം ഇന്നും രാജ്യത്തുടനീളം സഞ്ചരിച്ച് പുതുതലമുറകൾക്ക് പ്രചോദനം നൽകി വരികയാണ്. സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ PTA പ്രസിഡന്റ് KN വേണു അധ്യക്ഷത വഹിച്ചു. പ്ലാറ്റിനം ജൂബിലി ചെയർമാൻ MB കൃഷ്ണൻ ശ്യാംരാജിന് ആദരമർപ്പിച്ച് സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സൂര്യനാരായണ ഭട്ട് അതിഥിയെ പരിചയപ്പെടുത്തി. വാർഡ് മെമ്പർ KK വേണുഗോപാൽ, HM TR സബിത, C കൃഷ്ണൻ നായർ, എക്സ് സർവീസ്മെൻ അസോസിയേഷൻ ഭാരവാഹികളായ പ്രസാദ് O നായർ, M മാത്യു എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ M ഗോവിന്ദൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു മല്ലപ്പള്ളി നന്ദിയും പറഞ്ഞു. അങ്കണവാടികൾക്കുള്ള ഊർജ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും ഹരിത സമൃദ്ധി വാർഡ് പ്രഖ്യാപനവും മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടികൾക്കുള്ള ദക്ഷത കൂടിയ ഊർജ്ജ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും ഹരിത സമൃദ്ധി വാർഡ് പ്രഖ്യാപനവും മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിന്റെ ഭാഗമായി നവകേരളം കർമ്മ പദ്ധതി, ഹരിത കേരള മിഷൻ, എനർജി മാനേജ്മെന്റ് സെന്റർ കേരള എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അങ്കൻ ജ്യോതിയെക്കുറിച്ച് നവകേരളം ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിലേക്കും ദക്ഷത കൂടിയ ഊർജ്ജ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും കാർബൺ തുലിത ഇടപെടലുകൾ സംഘടിപ്പിക്കുകയാണ് അങ്കൻ ജ്യോതി ലക്ഷ്യമിടുന്നത്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രായോഗികതയിലൂടെ നടപ്പാക്കുകയും പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V പ്രകാശൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ K ബാലചന്ദ്രൻ മാസ്റ്റർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ, ബംഗളം P കുഞ്ഞികൃഷ്ണൻ, A വേലായുധൻ, സ്ഥിരം സമിതി അംഗങ്ങളായ സത്യ, രമാ പത്മനാഭൻ, T രാജൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജു നന്ദിയും പറഞ്ഞു. കള്ളാർ മഖാമുറൂസിന് വ്യാഴാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ചരിത്രപ്രസിദ്ധമായ കള്ളാർ മഖാമുറൂസ് ഫെബ്രുവരി 15 മുതൽ 18 വരെ തീയതികളിൽ നടക്കും. 15-ന് രാവിലെ വനിതാ ക്ലാസ് സംഘടിപ്പിക്കും. ഡോക്ടർ ഫർഹാൻ നൌഷാദ് ക്ലാസ് എടുക്കും. ഉദ്ഘാടന സമ്മേളനം കള്ളാർ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ സമദ് അഷ്റഫി പുഞ്ചക്കര ഉദ്ഘാടനം ചെയ്യും. കള്ളാർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സുബൈർ PK അധ്യക്ഷത വഹിക്കും. ഉറൂസ് കമ്മിറ്റി കൺവീനർ അബ്ദുൾ റസാഖ് മൌലവി പുഞ്ചക്കര ആമുഖ പ്രഭാഷണം നടത്തും. നിബ്രാസ് ഇർഷാദി പുഞ്ചക്കര ഖിറാഅത്തിന് നേതൃത്വം നൽകും. രാത്രി 8:30-ന് ഇഷൽ ബുസ്താൻ കവായി ആൻഡ് മാഷപ്പ് നൈറ്റ്. തുടർന്ന് ദഫ് കളി മത്സരം. 16-ന് ഇലൽ ഹബീബി ബുർദാനാദ് മജ്ലിസ്. മുഹമ്മദ് ഇർഷാദ് അസ്ഹരി പറമ്പിൽ പീടിക മുഖ്യപ്രഭാഷണം നടത്തും. 17-ന് ദഫ് പ്രദർശനം നടക്കും. തുടർന്ന് അൻവർ അലി ഹുദവി പുളിയക്കോട് മുഖ്യപ്രഭാഷണം നടത്തും. സമാപന ദിവസമായ 18-ന് ഞായറാഴ്ച മൌലീദ് പാരായണം. ഉച്ചയ്ക്ക് 1:45 മുതൽ 2:30 വരെ അന്നദാനം. ഉറൂസിന്റെ വിജയത്തിനായുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അബ്ദുസമദ് അഷ്റഫി പുഞ്ചക്കര, അബ്ദുൽ സലാം V വണ്ണത്തിക്കാനം, നിസാർ KK, അബ്ദുൾ റസാഖ് മൌലവി, മൊയ്തു ചാപ്പക്കൽ, നാസർ CM, ബഷീർ BK എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ 2023-24 പുതുക്കിയ ബജറ്റും 2024-25 മതിപ്പ് ബജറ്റും അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ളയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരത്തിലും അലാമിപ്പള്ളിയിലും ഫ്ളൈ ഓവർ ബ്രിഡ്ജും ആധുനിക പാർക്കിംഗ് പ്ലാസക്കും പരിഗണന. 11,32,592 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന 2024-25 വർഷത്തേക്കുള്ള ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അവതരിപ്പിച്ചത്. ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയിൽ നിന്നും കർഷകർ പിന്മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയുടെ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകിയാണ് കാഞ്ഞങ്ങാട് നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചത്. നഗരപ്രദേശത്തെ കർഷകരുടെ ഉപജീവനമാർഗമായ തെങ്ങ് കൃഷിയുടെ അഭിവൃദ്ധിക്കും കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കും. മികച്ച ജൈവവളം, രാസവളങ്ങൾ എന്നിവ നൽകും. നെൽകൃഷി കാര്യക്ഷമമാക്കാൻ കർഷകർക്ക് കൂലി ലഭ്യമാക്കാനും തുക വകയിരുത്തും. യുവതികളെ കൃഷിയിൽ ആകർഷിക്കുന്നതിന് ടെറസിലും മുറ്റത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതികളും നടപ്പിലാക്കും. കാർഷിക കർമ്മസേന വിപുലീകരിച്ച് നഗരസഭയെ സമ്പൂർണ്ണ തരിശുരഹിത നഗരസഭയാക്കാനുള്ള പ്രവർത്തനങ്ങളും ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ പദ്ധതി ആവിഷ്കരിക്കും. നഗരത്തിൽ പാർക്കിംഗ് പ്ലാസ
സ്ഥാപിക്കുന്ന പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കോട്ടച്ചേരിയിലും അലാമിപ്പള്ളിയിലും ഫ്ളൈ ഓവർ ബ്രിഡ്ജുകൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിക്കും. അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ കടമുറികൾ, ഓഫീസ് മുറികൾ എന്നിവയുടെ ലേലവും ടെൻഡറും ഉടൻ നടക്കും. നഗരസഭാ സെക്രട്ടറി മനോജ് എൻ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി പി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷൻ കെ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി കെ, കൌൺസിലർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ രചിച്ച ആനന്ദാശ്രമം ആത്മീയ വൃന്ദാവനം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ആനന്ദാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി മുക്താനന്ദ കെ വേണുഗോപാലൻ നമ്പ്യാർക്ക് ആദ്യ പ്രതി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ രചിച്ച ആനന്ദാശ്രമം ആത്മീയ വൃന്ദാവനം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ആനന്ദാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി മുക്താനന്ദ കെ വേണുഗോപാലൻ നമ്പ്യാർക്ക് ആദ്യ പ്രതി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ കെ വേണുഗോപാലൻ നമ്പ്യാർ സംസാരിച്ചു. പല്ലവൻ നാരായണൻ സ്വാഗതവും ഗ്രന്ഥകർത്താവ് അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ നന്ദിയും പറഞ്ഞു. ടി കെ സുധാകരന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ്, പ്രതികളെ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. KPCCയുടെ പ്രവർത്തന ഫണ്ട് പിരിവിൽ വീഴ്ച വരുത്തി. കാസർഗോഡ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ അച്ചടക്ക നടപടി. പ്രതീക്ഷകൾ അസ്തമിക്കുന്നു. നഷ്ടത്തിലേക്ക് കുതിക്കുന്ന മംഗളൂരു മഡ്ഗാവ് വന്ദേ ഭാരതിന്റെ ഓട്ടം നിർത്തുവാൻ ആലോചന. BV രാജന് നാടിന്റെ അന്ത്യാഞ്ജലി. മഞ്ചേശ്വരത്തിന് നഷ്ടമായത് മികച്ച ജനകീയ നേതാവിനെ. കുബണൂരിലെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം, വിദഗ്ധ അന്വേഷണം നടത്തണമെന്ന് മംഗൽപാടി ജനകീയ വേദി. കാസർഗോഡ് അടുക്കത്ത് വയലിലെ അക്ഷരമുറ്റത്ത് വേഴാത്തിയ പയസ്വിനി പൂവിട്ടു. ഇനി കാത്തിരിപ്പ് കണ്ണിമാങ്ങയ്ക്കും തേൻ മധുരത്തിനും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.